ഹായ് ഹലോ വെൽക്കം ബാക്ക് എൻ്റെ കുഞ്ഞൊരു ഈസ്റ്റർ വ്ളോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കാൽവരിയിലെ കുരിശിൽ മനുഷ്യരാശിയുടെ മുഴുവൻ പാപഭാരവുമായി ക്രൂശിക്കപ്പെട്ട് മൂന്നാം നാൾ ഉയർത്തെഴുന്നേറ്റ് ആ ദിവ്യ ചൈതന്യം മാനവരാശിക്കൊന്നാകെ സമാധാനവും സന്മനസ്സുമേകട്ടെ. എൻ്റെ ഹൃദ്യമായ ഈസ്റ്റർ. എല്ലാ വർഷവും എനിക്ക് ഈസ്റ്റർ നോർമൽ ഒരു ദിവസം കടന്നു പോകുന്ന പോലെ തന്നെയായിരുന്നു കടന്നു പോയിക്കൊണ്ടിരുന്നത്. ടി വിയിൽ വരുന്ന ഫിലിംസൊക്കെ കാണും, ജീസസ് ക്രൈസ്റ്റിന് റിലേറ്റഡ് ആയിട്ടുള്ള ഫിലിംസ്. പിന്നെ ഫ്രണ്ട്സ് പറയുന്ന കാര്യങ്ങളൊക്കെ കേൾക്കാറുണ്ട്, എന്താണ് ഈസ്റ്റർ റിലേറ്റഡ് ആയിട്ടുള്ളത് എന്നുള്ളത്. അപ്പോൾ ഇന്ന് ഞങ്ങൾ ഈസ്റ്റർ ആഘോഷിക്കുന്നത് ലിജോയുടെ വീട്ടിലാണ്. സോ വി ആർ ട്രാവലിംഗ് ഫ്രം അലൈൻ ടു അബുദാബി. ഇനിയും പറയാൻ പോകുന്ന അലൈനിലുള്ളവർക്ക് വളരെ സന്തോഷമുള്ള ഒരു കാര്യമാണ്. നമ്മളെപ്പോഴും അബുദാബിക്ക് പോകുമ്പോൾ തവാം റൗണ്ട് ബോട്ട് പാസ് ചെയ്ത് വേണം പോകാൻ. വലിയ റൗണ്ട് ബോട്ടാണ് അലൈനിൽ. അപ്പോൾ കുറച്ച് നാളായിട്ട് തവാം റൗണ്ട് ബോട്ടൊക്കെ മാറ്റിയിട്ട് അവിടെ അണ്ടർപാസിൻ്റെ കൺസ്ട്രക്ഷൻ ആയിരുന്നു. അപ്പോൾ ഇന്ന് ഞങ്ങൾ അബുദാബിക്ക് പോയപ്പോൾ അണ്ടർപാസൊക്കെ ഓപ്പണായി. അണ്ടർപാസ് ഓപ്പൺ ആയി കഴിഞ്ഞാൽ ഡയറക്റ്റ് ഒരൊറ്റ സിഗ്നലിൽ നിന്ന് ഹൈവേ. സോ അങ്ങനെ ആ ഒരു ക്രൗഡും ആ ഒരു കൺജഷനും ഒന്നും ഇല്ലായിരുന്നു. ആൻഡ് നൗ വി ആർ ഓൺ അലൈൻ അബുദാബി ഹൈവേ. മാക്സിമം സ്പീഡ് ലിമിറ്റ് എന്ന് പറയുന്നത് 160 km/h ആണ്. റൈറ്റ് നൗ വി ആർ ഡ്രൈവിംഗ് അറ്റ് 152 km/h. ഞാനിപ്പോൾ ഇവിടെ സ്പീഡിൻ്റെ പറയാൻ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ആദ്യം വന്നപ്പോൾ എനിക്ക് ഈ സ്പീഡ് ഡൈജസ്റ്റ് ചെയ്യില്ലായിരുന്നു. ഈ വണ്ടിയിലൊക്കെ ഇങ്ങനെ യാത്ര ചെയ്യുമ്പോൾ എനിക്ക് ഹാർട്ട് അറ്റാക്ക് പോലെ ഇങ്ങനെ ഫീൽ ചെയ്യും. എന്തിനാ ഇത്ര സ്പീഡ് എടുക്കുന്നതെന്ന് വിചാരിക്കും. നമ്മുടെ നാട്ടിലൊന്നും ഇത്ര സ്പീഡിൽ പോകാൻ പറ്റത്തില്ലല്ലോ, ഒരു 60 അത്രയും മാക്സിമം പറ്റത്തുള്ളൂ. പക്ഷെ ഇപ്പോൾ ഈ സ്പീഡ് യൂസ് ടു. ഇപ്പോൾ നമ്മൾ കണ്ടതാണ് എത്തിഹാദ് റെയിൽ. എത്തിഹാദ് റെയിൽ എന്ന് പറയുന്നത് യുണൈറ്റഡ് അറബ് എമിറേറ്റ്സിൻ്റെ നാഷണൽ റെയിൽവേ നെറ്റ്വർക്കാണ്. 2009 അത് എസ്റ്റാബ്ലിഷ് ആയത്. ഇപ്പം ഫ്രൈറ്റ് ട്രെയിൻ മാത്രമേ ഉള്ളൂ, ഗുഡ്സ് മാത്രമേ മൂവ് ചെയ്യുന്നുള്ളൂ. പാസഞ്ചർ ട്രെയിൻ പ്ലാനിംഗ് ആണ്, മീൻസ് ഇറ്റ്സ് ഡെവലപ്പിംഗ്. ഒരിഞ്ച് പോലും മുന്നോട്ട് പോകാൻ കഴിയില്ലെന്ന് വേവലാതിപ്പെട്ട് നിൽക്കുമ്പോഴും മുൻപിൽ ഒരുപാട് സ്ഥലമുണ്ടെന്നും വഴിയുണ്ടെന്നും ധൈര്യമായി മുൻപോട്ട് പോകണമെന്നും നമ്മെ പ്രചോദിപ്പിച്ചുകൊണ്ട് നമ്മളെ ഏറ്റവും കൂടുതൽ മോട്ടിവേറ്റ് ചെയ്തത് ആരാ? കുട്ടേട്ടൻ. കാരണം യാത്ര ചെയ്ത് ക്ഷീണിച്ചു. അപ്പം ഞാൻ സൈഡിലോട്ട് നോക്കി, വണ്ടി ഓടിക്കുമ്പോഴല്ലേ ക്ഷീണിക്കുന്നത്. പക്ഷെ പുള്ളിക്ക് അങ്ങനെ ക്ഷീണമൊന്നും ഫീൽ ചെയ്തില്ല, വണ്ടി ഓടിച്ചല്ലേ പറ്റൂ. കാഴ്ചകൾ വളരെ മനോഹരമാണ്. ഒരേ കാഴ്ചകൾ എത്ര തവണ കണ്ടാലും നമുക്ക് എപ്പോഴും ആ കാഴ്ചകൾ പുതുമയുള്ളതായിട്ട് തോന്നും. എത്രയോ വട്ടം ഈ വഴി യാത്ര ചെയ്തിട്ടുണ്ട്, എത്രയോ വട്ടം ഈ വഴി ലിജോയുടെ വീട്ടിൽ പോയിട്ടുണ്ട്, നമ്മൾ എത്രയോ വട്ടം അബുദാബി നാഷണൽ അക്വേറിയം കണ്ടിട്ടുണ്ട്. ഇപ്പോൾ ഞങ്ങൾ പാസ് ചെയ്യാൻ പോകുന്നത് മുസഫ ബ്രിഡ്ജ് വഴിയാണ്. മുസഫ ബ്രിഡ്ജിൻ്റെ റൈറ്റ് സൈഡിൽ ഷെയ്ഖ് സായദ് മോസ്ക്. ഇതൊക്കെ ശരിക്കും പറഞ്ഞാൽ അട്രാക്റ്റീവായിട്ടുള്ള സാധനങ്ങളാണ്. നമ്മളിപ്പോൾ ഒരു വട്ടം കണ്ടു, ഓ അങ്ങനെയല്ല എന്നുള്ള നമ്മുടെ മനസ്സിലൊരു മടുപ്പ് തോന്നിക്കുന്ന കാഴ്ചകളല്ല. നമുക്ക് എപ്പോഴും പുതുമ നൽകുന്ന കാഴ്ചകളാണ്. ഷെയ്ഖ് സായദ് മോസ്ക് അതിൻ്റെ ലോങ് വ്യൂ ആണെങ്കിലും, മുസഫ ബ്രിഡ്ജ്, അഡ്നക്കിൻ്റെ ലോങ്, അബുദാബി നാഷണൽ എക്സിബിഷൻ സെൻറ്ററിൻ്റെ ലോങ് വ്യൂ ആണെങ്കിലും, ഹാറ്റ്സ് ഓഫ് ഫോർ ദ ബ്യൂട്ടിഫുൾ സ്ട്രക്ചേഴ്സ് ഓഫ് എവറി ബിൽഡിംഗ്. ഭയങ്കര രസമാണ് നമ്മൾ ദൂരെ നിന്ന് കാണുമ്പോഴാണെങ്കിലും. എല്ലാം നല്ല രസമായിട്ട് എനിക്ക് ഫീൽ ചെയ്യാറുണ്ട്. അപ്പോൾ എൻ്റെ മോളാണെങ്കിലും ഫസ്റ്റിലെ അഡ്നക്ക് ഒത്തിരി വട്ടം കണ്ടിട്ടുണ്ട്, അബുദാബി നാഷണൽ എക്സിബിഷൻ സെൻറ്റർ ഒത്തിരി വട്ടം കണ്ടിട്ടുണ്ടെങ്കിലും അതിൻ്റെ ആ ഒരു രൂപവും അതിൻ്റെ ആ ഒരു സ്ട്രക്ചറും കണ്ടിട്ട് അവൾ പിന്നെയും ചോദിക്കും, അച്ഛാ എന്താ ഇത്, അല്ലെങ്കിൽ അമ്മ എന്താ ഇത്. നമ്മൾ ഒരിക്കൽ പറഞ്ഞു കൊടുക്കും, മോനെ ഇത് അബുദാബി നാഷണൽ എക്സിബിഷൻ സെൻറ്റർ ആണ്. പക്ഷേ പിന്നെയും അവൾ അടുത്ത പ്രാവശ്യം പോകുമ്പോഴും ഇതേ ക്വസ്റ്റ്യൻ തന്നെ ചോദിക്കും. അങ്ങനെയാണല്ലോ ചെറിയ കുട്ടികൾ. വഴിയിലെ കാഴ്ചകളെക്കുറിച്ചൊക്കെ സംസാരിച്ച് വന്നപ്പോൾ വിഷയത്തിൽ നിന്നൊക്കെ ഒത്തിരി വഴുതി മാറിപ്പോയായിരുന്നു. നമ്മളിപ്പോൾ ലിജോയുടെയും ലിൻറ്റിൻ്റെ അടുത്ത് പോവാണ്. ആ കാണുന്ന ബിൽഡിങ്ങിലാണ് അവർ സൂചി കുത്താനിടവില്ല വണ്ടി ഇടാൻ സ്ഥലം കിട്ടിയിട്ടില്ല ഇതുവരെ. അമ്മയ്ക്ക് പ്രസവവേദന, മോക്ക് വീണവായന എന്ന് കേട്ടിട്ടില്ലേ? ആ സമയത്ത് ഒരാൾ പാരച്ചൂട്ടിൽ കൂടെ പോകുന്ന കണ്ടപ്പോൾ ഞാൻ വീഡിയോ എടുത്തു. കുട്ടഞ്ഞാണ് ഇതുവരെ വണ്ടി ഇടാൻ സ്ഥലം കിട്ടിയിട്ടില്ല. അവസാനം ഞങ്ങൾക്കും കിട്ടി ഒരു ചെറിയ സ്ഥലം. സർപ്രൈസ് വിസിറ്റ് അല്ലാത്തതുകൊണ്ട് കോളിംഗ് ബെൽ അടിച്ചപ്പോൾ തന്നെ ലിനറ്റിന് മനസ്സിലായി ഞങ്ങളാ വന്നതെന്ന്. ലിനറ്റിൻ്റെ അടുത്ത് ഏണസ്റ്റ് ഉണ്ടായിരുന്നു, ഏണസ്റ്റ് ഉണ്ടാവുമല്ലോ. പിന്നെ ലിയോൺ ഉണ്ടായിരുന്നു, ലിയോണിൻ്റെ വൈഫ്, അവരുടെ മോൻ കുര്യപ്പൻ, പിന്നില്ല ലിനറ്റിൻ്റെ കസിൻ. ഏണസ്റ്റ് എന്ന് പറയുന്നത് ലിനറ്റിൻ്റെ മോനാണ് കേട്ടോ. അത്യുന്നതങ്ങളിൽ ദൈവത്തിന് മഹത്വം, ഭൂമിയിൽ ദൈവപ്രസാദമുള്ള മനുഷ്യർക്ക് സമാധാനം. ലൂക്കാസ് 2:14. ഒരു ബിൽഡിങ്ങിൻ്റെ ടോപ്പിലെത്തിയിട്ട് ആ ബിൽഡിങ്ങിന് ബാൽക്കണിയും കൂടെ ഉണ്ടെങ്കിൽ അതിൻ്റെ ടോപ്പ് വ്യൂ കാണുന്ന മനുഷ്യൻ്റെ കോമൺ ആയിട്ടുള്ള ഒരു ക്യാരക്ടറാണ്. കാരണം ടോപ്പ് വ്യൂ എപ്പോഴും വളരെ ഭംഗിയുള്ളത്. ഞങ്ങൾ ബാൽക്കണിയിലെ വ്യൂ ഒക്കെ കണ്ടിട്ട് റൂമിലേക്ക് കയറിയപ്പോഴത്തേക്ക് ലിനറ്റ് ഭക്ഷണമൊക്കെ എടുത്ത് ഡൈനിങ് ടേബിളിൽ സെറ്റാക്കി വെച്ചിട്ടുണ്ടായി.
ഇപ്പം നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന ഐറ്റംസ് ഉണ്ടല്ലോ, ഇത് വാങ്ങിച്ചതൊന്നുമല്ല, ലിനറ്റ് ചെയ്തതാണ്. ലിനറ്റ് നന്നായി ക്രാഫ്റ്റ് ചെയ്യുന്ന ഒരാളാണ്. കുട്ടൻചേട്ടൻ ഓൾറെഡി ഭക്ഷണം കഴിക്കാനിരുന്നു. ലിനറ്റ് കുട്ടൻചേട്ടന് ഭക്ഷണമൊക്കെ വിളമ്പി കൊടുത്തു. കുട്ടൻചേട്ടൻ കഴിച്ചു തുടങ്ങി. അപ്പോൾ ആ സമയത്തിന് ലിനറ്റിൻ്റെ ബ്രദറിൻ്റെ മോൻ്റെ പേര് കുര്യപ്പൻ എന്നാണ്. ഏണസ്റ്റ് വന്നിട്ട് കുര്യപ്പനെ ചുമ്മാ കൊട്ടിയിട്ട് പോയി. അപ്പോൾ കുര്യപ്പൻ വന്നിട്ട് എന്നോട് പരാതി പറഞ്ഞു. അപ്പോൾ ഏണസ്റ്റിനെ കണ്ടുപിടിക്കാൻ വേണ്ടി ഞങ്ങൾ എല്ലാ മുറിയിലും കയറി മാറി നോക്കി, പക്ഷെ അവൻ എവിടെ ഇരിക്കുന്നതെന്ന് കണ്ടുപിടിക്കാൻ പറ്റില്ല. അറ്റ്ലാസ്റ്റ് കണ്ടുപിടിച്ചു, ഒരു ബെഡ്റൂമിൻ്റെ കബോർഡിൽ അവൻ ഒളിച്ചിരിപ്പുണ്ടായി. അപ്പം ഞാൻ കുര്യപ്പൻ എന്നോട് പറഞ്ഞു അടിക്കുക അടിക്കുക. അപ്പം ഞങ്ങൾ ചുമ്മാ അവനെ അടിച്ച് ചുമ്മാ കാണിച്ചപ്പോൾ അവൻ കുര്യപ്പനും ഹാപ്പി, ഞങ്ങളും ഹാപ്പി. കുട്ടൻചേട്ടൻ ഭക്ഷണം കഴിക്കുന്നതിനെക്കുറിച്ച് നിങ്ങളോട് പറഞ്ഞിട്ടും ഞാൻ എന്തുകൊണ്ടാണ് ലിനറ്റ് എന്തൊക്കെ കറികളാണ് ഈസ്റ്ററായിട്ട് സ്പെഷ്യലായിട്ട് ഉണ്ടാക്കിയെന്ന് പറയാത്തത് എന്ന് വെച്ചാൽ, കുട്ടൻചേട്ടൻ കഴിച്ചു കഴിഞ്ഞാൽ ആഹാരത്തിൻ്റെ ആ ഒരു ടേസ്റ്റും ആ ഒരു ഫീലും കുട്ടൻചേട്ടനല്ലേ കിട്ടത്തുള്ളൂ. ഞാൻ കഴിച്ചില്ലല്ലോ, ഞാൻ കഴിക്കാൻ പോകുന്നതല്ലേ ഉള്ളൂ. അപ്പം ഞാൻ കഴിക്കുമ്പോൾ പറയാം ലിനറ്റ് എന്തൊക്കെയാണ് സ്പെഷ്യലായിട്ട് ഉണ്ടാക്കിയിരുന്നത്, എന്തായിരുന്നു അതിൻ്റെ ടേസ്റ്റ്, എന്തായിരുന്നു അതിൻ്റെ ഫീൽ എന്നുള്ളത്. അപ്പോൾ ഇനി ഞാൻ ഭക്ഷണം കഴിക്കാൻ പോവാണ്. ലിനറ്റിൻ്റെ സ്പെഷ്യൽ എന്ന് വെച്ചാൽ മീൻ കറി, മീൻ വറുത്തത്, ചിക്കൻ വറുത്തത്, പോർക്കുണ്ട്, ബീഫുണ്ട്, സാലഡുണ്ട്, ക്യാബേജ് തോരനുണ്ട്, അച്ചാറുണ്ട്. ഞാൻ ബീഫും പോർക്കും ക്യാബേജ് തോരനും കഴിക്കത്തില്ല. ആ ഐറ്റംസ് ഞാൻ കഴിക്കില്ല. ചിക്കൻ വറുത്തതും മീൻ വറുത്തതും മീൻ കറിയും അച്ചാറും പപ്പടവും, പപ്പടം ഉണ്ടായി, പപ്പടം പറയാൻ വിട്ടുപോയി. ഇത്രയും കറിയും സാലഡും കൂടെ കൂട്ടിയാണ് ഞാൻ കഴിച്ചത്. ഇത്രയും നേരം വീഡിയോ കണ്ടിട്ടും ഇതിനകത്ത് ലിജോ വന്നിട്ടില്ലല്ലോ. കാരണം ലിജോയ്ക്ക് ഡ്യൂട്ടി ഉണ്ടായി. അതൊരു ചെറിയ സങ്കടമായിരുന്നു. മൊത്തത്തിൽ എല്ലാവരും കൂടെ വർത്തമാനം പറഞ്ഞിരുന്ന് ഞങ്ങൾ ഭക്ഷണമൊക്കെ കഴിച്ചു. ചിക്കനൊക്കെ ലിനറ്റ് പറഞ്ഞു കഴിക്കാൻ പറഞ്ഞപ്പോൾ ഇനി വിളമ്പി തരുന്നുണ്ട്, കഴിക്കുന്നുണ്ട്. ഡയറ്റാണെന്നുള്ള കാര്യമൊക്കെ ഏകദേശം ഞാൻ മറന്ന മട്ടാണ്. പക്ഷെ എന്നാലും ഭക്ഷണം ആസ്വദിച്ച് കഴിക്കണമല്ലോ, ആസ്വദിച്ച് കഴിച്ചു. വയറ് നന്നായി നിറഞ്ഞിട്ടുണ്ട്. അതിൻ്റെ ഒരു ആഫ്റ്റർ എഫക്റ്റാണ് ക്ഷീണവും ഉറക്കമൊക്കെ. ഭക്ഷണം കാണുമ്പോൾ ക്ഷീണം വരുമെന്ന് നമ്മൾ ചിന്തിക്കത്തില്ലല്ലോ. അപ്പോൾ വർത്തമാനമൊക്കെ പറഞ്ഞിരിക്കുന്ന സമയത്ത് ലിനറ്റ് ക്ലീൻ ചെയ്യുന്നു. കുര്യപ്പൻ പെട്ടെന്ന് വാക്യൂമൊക്കെ എടുത്തിട്ട് ലിനറ്റിൻ്റെ കൂടെ ക്ലീൻ ചെയ്യാൻ വേണ്ടി സഹായിക്കുന്നു. പിന്നെ ചെറിയൊരു സങ്കടമെന്ന് വെച്ച് കഴിഞ്ഞാൽ വർത്തമാനമൊക്കെ പറഞ്ഞിരിക്കുന്നതിനനുസരിച്ച് സമയം പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ വീക്കെൻഡ് കഴിഞ്ഞു. അപ്പോൾ എല്ലാവരോടും യാത്ര പറഞ്ഞു. ഞങ്ങൾ തിരിച്ച് അലൈനിലേക്ക് പോവാണ്. നാളെ എല്ലാവർക്കും ഡ്യൂട്ടിക്ക് പോകണം. പോകുന്ന വഴി കണ്ടൊരു കാഴ്ചയാണ്, മരത്തിൽ നിറച്ചിരിക്കുന്ന കൊക്കാണത്. അപ്പോൾ ഞങ്ങൾ അലൈനിലെത്തി. അപ്പോൾ എല്ലാവരും ഈ വീഡിയോ കാണണം. താങ്ക് യു ഫോർ വാച്ചിങ്. ടാറ്റ ബൈ, ഗുഡ് നൈറ്റ് ആൻഡ് എഗെയിൻ ഹാപ്പി ഈസ്റ്റർ.